പാർലമെന്റ് വർഷകാല സമ്മേളനത്തിനായി ഇന്ന് തുടക്കം. അയോധ്യ രാമക്ഷേത്ര കൊള്ള, ചോദ്യപേപ്പർ ചോർച്ച, സോനം വാങ്ചുക്കിനെ ബലം പ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. സോനം വാങ്ചുക്കിനെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തതും പരീക്ഷാ നടത്തിപ്പിലെ തട്ടിപ്പുകളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ശിവദാസൻ MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തൃണമൂൽ വിമത MPമാരെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് ആരംഭിക്കും വർഷകാല സമ്മേളനം. ഈ ഒരു വർഷകാല സമ്മേളനത്തിൽ അയോധ്യ രാമക്ഷേത്ര കൊള്ള, അതുപോലെ ചോദ്യപേപ്പർ ചോർച്ച, ഈ സോനം വാങ്ചുക്കിനെ അനധികൃതമായി പിടിച്ചുകൊണ്ടുപോയി, ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഇന്ന് സഭയിൽ ചർച്ചയാകും. സഭ നിർത്തിവെച്ചിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ സഭ വലിയ തോതിൽ പ്രക്ഷുബ്ധമാകുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നിലവിൽ CJP പ്രതിഷേധം അത് അതിശക്തമായി തന്നെ രാജ്യ തലസ്ഥാനത്ത് നടക്കുകയാണ്. 10,000-കണക്കിനോളം വിദ്യാർത്ഥികളാണ് ഇതിനോടൊപ്പം തന്നെ ഇന്ന് പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ദില്ലി ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയം, അതായത് സോനം വാങ്ചുക്കിനെ അനധികൃതമായി ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തതടക്കം ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MPമാർ ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ CPIM MPമാരായിട്ടുള്ള ജോൺ പിട്ടാസ് MPയും വി ശിവദാസൻ MPയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാരാണ് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിലും സമാനമായിട്ടുള്ള നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം അടക്കം ഉയർത്തിക്കാട്ടി ചോദ്യപേപ്പർ ചോർച്ച, സോനം വാങ്ചുക്കിന്റെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തത്, ഈ ഒരു അയോധ്യ രാമക്ഷേത്ര കൊള്ള ഉൾപ്പെടെ മറ്റു ക്ഷേത്രങ്ങളിലെ കൊള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തി എന്തായാലും വലിയ പ്രതിഷേധമായിരിക്കും ഇന്ന് സഭയ്ക്കകത്ത് ഉയരുക. വിഷ്ണുപ്രിയ. ശരി വിഷ്ണു, തുടരുക. ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റും അതുപോലെ CJP പ്രതിഷേധവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ പിട്ടാസ് MP രാജ്യസഭയിൽ കത്ത് നൽകിയിരുന്നല്ലോ. അതിന്റെ കൂടെ വിശദാംശങ്ങൾ നൽകണം. വിഷ്ണുപ്രിയ, ജോൺ പിട്ടാസ് MP മാത്രമല്ല പ്രതിപക്ഷ MPമാരൊക്കെ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും ഈ സോനം വാങ്ചുക്കിന്റെ അനധികൃത അറസ്റ്റും അതോടൊപ്പം തന്നെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയം അടിയന്തരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ CPIM അംഗങ്ങളായിട്ടുള്ള ജോൺ പിട്ടാസ് MP, അതോടൊപ്പം തന്നെ വി ശിവദാസൻ MP ഉൾപ്പെടെയുള്ളവരാണ് രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോക്സഭയിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് സഭ ചേരുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ കൂടി ഈ ഒരു സമരത്തിന് പിന്തുണ നൽകുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ, പ്രത്യേകിച്ച് CPIM നേതാക്കളൊക്കെ തന്നെ ജന്തർ മന്ദറിൽ സമരവേദിയിൽ പങ്കെടുത്തിരുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ അനധികൃതമായി ബലപ്രയോഗത്തിലൂടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷവും ഇടത് നേതാക്കളൊക്കെ തന്നെ ജന്തർ മന്ദർ സന്ദർശിച്ചിരുന്നു. മറ്റ് ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും എന്തായാലും ഇത്തരത്തിൽ ജന്തർ മന്ദർ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ലോക്സഭയും രാജ്യസഭയും ചേരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് സംയുക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും. വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ നടക്കുക.